ഇത്രയും കാലം പണിയെടുത്ത കാശൊക്കെ എന്ത് ചെയ്തു? ഈ ഒരു ചോദ്യം ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി ഒരു പുതിയ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. രണ്ടാമതായി ശമ്പളം കിട്ടിയ ഉടനെ ശമ്പളത്തിൻ്റെ 20% അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10% ആ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ബാക്കി പണം വെച്ച് ആ മാസത്തെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുക. മൂന്നാമതായിട്ട് ആ സേവിങ്സ് നിങ്ങൾ തുടരണം. എത്രത്തോളം? നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ട് ആവുന്നിടത്തോളം. അതായത് വരുമാനമില്ലെങ്കിലും ഒരു 6 മാസം സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള തുകയാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ടിൽ ഉണ്ടാവേണ്ടത്. അത്രയും തുക ആവുന്നവരെ നിങ്ങൾ ഈ ഒരു സേവിങ്സ് തുടരുക. നാലാമതായിട്ട് എമർജൻസി ഫണ്ടിന് തുല്യമായ തുക ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക. അതും പല രീതിയിലുള്ള സേഫ് ആയിട്ടുള്ളതും കുറച്ച് റിസ്ക് ഉള്ളതും അത്തരത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തരക്കേടില്ലാത്ത ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചോദ്യം കേൾക്കേണ്ടി വരില്ല. ഇതുപോലുള്ള ടിപ്സിന് വേണ്ടി ഞാൻ അരുൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.